ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. മുദ്രവെച്ച കവറിലാണ് അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ സമർപ്പിക്കുക. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും SIT അന്വേഷണം ആരംഭിക്കുക. ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ S ശശിധരന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7-ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ 2019-ലെ പാളികളും വ്യത്യസ്തമെന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പറയൂ. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. അന്തിമ റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണത്തിനായിട്ട് നിയോഗിച്ചിരുന്നു. പക്ഷേ ആ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കൂടി നിലവിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ട് കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ഈ അന്വേഷണ സംഘം അത് പരിശോധിച്ച് പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ സെപ്റ്റംബർ 7-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളും അതോടൊപ്പം തന്നെ 2019-ൽ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളുടെ ചിത്രവും തമ്മിൽ വലിയ രീതിയിൽ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. ഇത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. അത് മാത്രവുമല്ല, ഈ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കാനായിട്ട് റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ദേവസ്വം വിജിലൻസ് നൽകുന്ന അന്തിമ റിപ്പോർട്ടിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചു അവരെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും സൂചിപ്പിക്കുക. നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിൽ മാത്രം ഒതുങ്ങരുത് അന്വേഷണം, പകരം ദേവസ്വം ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയ ആരൊക്കെയാണോ അവരെയൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പരാമർശം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിരുന്നു. കുറ്റക്കാരായിട്ടുള്ള എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കണം പ്രത്യേക സംഘം നടത്തേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തെയൊക്കെ തന്നെ ഹൈക്കോടതി രൂപീകരിച്ചത്. ഈ ദേവസ്വം വിജിലൻസ് ഇന്ന് നൽകുന്ന അന്തിമ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും ഈ പറയുന്ന പ്രത്യേക സംഘം തങ്ങളുടെ അന്വേഷണം ആരംഭിക്കുക. എന്തായാലും ഇന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ മൂന്നാമത്തെ ഐറ്റമായിട്ടാണ് ഈ സ്വമേധയെടുത്ത ഹർജി വരുന്നത്. 10:00 തന്നെ ദേവസ്വം വിജിലൻസിന്റെ ഓഫീസർ നേരിട്ട് തന്നെ ഈ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ശേഷം ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോയേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരൻ നാളെ സന്നിധാനത്തെത്തി കണക്കെടുപ്പ് നടത്തുന്നതായിരിക്കും. അതായത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് റൂം പരിശോധിച്ച് അവിടുത്തെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരൻ നൽകണം. അത് മാത്രമല്ല, ശബരിമലയിലെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കണം. അതുകൂടാതെ തന്നെ ഈ ദ്വാരപാലക പാളികൾ അത് പരിശോധിക്കുകയും വേണം. നാളെ സന്നിധാനത്തെത്തുന്ന റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരൻ ആദ്യഘട്ടത്തിൽ സ്ട്രോങ് റൂം പരിശോധിക്കും, അവിടുത്തെ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കും. ശേഷം പിന്നീട് ഞായറാഴ്ചയായിരിക്കും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ, അതായത് പുനർനിർമ്മിച്ചു കൊണ്ടുവന്ന ദ്വാരപാലക സ്വർണ്ണ പാളികൾ അത് പരിശോധിക്കുകയുള്ളൂ. സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധികളും ഒപ്പം തന്നെ ഉണ്ടാകും. കാരണം അവരും നിലവിൽ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. അവരാണ് 2025-ലും ഈ പറയുന്ന സ്വർണ്ണം പൂശി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് പരിശോധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും KT ശങ്കരൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. അതിനിടയിൽ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് എന്ന് ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ വരുന്നത്. ആ റിപ്പോർട്ടിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത്. കാരണം ദേവസ്വം വിജിലൻസ് നൽകുന്ന റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ തന്നെയായിരിക്കും ദേവസ്വം ബെഞ്ച് മുൻപാകെ സമർപ്പിക്കുന്നത്. അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ രേഖപ്പെടുത്തുക മാത്രമേ ചെയ്യാറുള്ളൂ. എന്തായാലും ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ മൂന്നാമത്തെ ഐറ്റമായിട്ട് 10:00 തന്നെ ഈ സ്വമേധയെടുത്ത ഹർജി പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. SIT അന്വേഷണത്തിൽ ഉൾപ്പെടെ കൃത്യമായി ഈ റിപ്പോർട്ട് ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു റിപ്പോർട്ട് ചെയ്യുന്നത്.